പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് വീഡിയോയിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ന്യൂ നമ്പേഴ്സ് എന്നൊരു ചാപ്റ്റർ പഠിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ട് ഉള്ളതാണ് ഇവിടെ ന്യൂ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. നമ്പേഴ്സ് സച്ച് ആസ് √2, √3, √5 etc. cannot be expressed as fractions of unit p/q എന്ന രൂപത്തിൽ ഈ നമ്പേഴ്സിനൊന്നും എഴുതാൻ പറ്റില്ല. √2, √3, √5 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഇറാഷണൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയോളൂ. ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഇതിന്റെ ബേസ് 1 മീറ്റർ ആണ്, ആൾട്ടിറ്റ്യൂഡ് 1 മീറ്റർ ആണ്, ഹൈപ്പോട്ടന്യൂസ് സൈഡായിട്ട് ഒരു സ്ക്വയർ കൂടെ വരച്ചിട്ടുണ്ട്. ഇതില് വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ ABCD എന്ന ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 into 1 സൈഡ് അല്ലെങ്കിൽ സൈഡിന്റെ സം ഓഫ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്, ഈ 4 സൈഡും കൂടി ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ. അപ്പൊ ഇവിടെ AD എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ AD എന്ന് പറയുന്നത് √1² + 1² എന്ന് എഴുതാം. റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു √1² + 1². 1² എന്ന് പറഞ്ഞാൽ എത്രയാ? 1. 1² 1. √1 + 1 ദാറ്റ് ഈസ് √2 മീറ്റർ ആണ് എന്ന് AD എന്ന് പറയുന്നത്. AD √2 ആകുമ്പോൾ BCDയും BCയും ABയും √2 ആണ്. അപ്പൊ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്ത് വരും? √2 + √2 + √2 + √2, അതായത് സം ഓഫ് ദി ലെങ്ത്സ് ഓഫ് ദി 4 സൈഡ്സ്. അത് നമുക്ക് x + x + x + x 4x തരുന്ന പോലെ √2 + √2 + √2 + √2 can be written as 4√2. So 4√2 മീറ്റർ ആണ് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് സൈഡ്സ് √2 മീറ്റർ ആൻഡ് √3 മീറ്റർ? ഒരു റെക്ടാംഗിള്, ഒരു ചതുരത്തിന്റെ സൈഡ്സിന്റെ ലെങ്ത് √3 മീറ്റർ, √2 മീറ്റർ, ലെങ്ത് √3 മീറ്റർ, ബ്രെഡ്ത്ത് √2 മീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഏരിയ കണ്ടുപിടിക്കുന്ന രീതിയാണ്. ഏരിയ നമുക്കറിയാം എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ √2 × √3. √2 × √3 എന്ന് പറയുന്നതാണ് ഏരിയ എന്ന് പറയുന്നത്. √2 എന്താണെന്ന് നമുക്കറിയാം. √2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അപ്രോക്സിമേറ്റ് വാല്യൂ 1.4, 1.41, 1.414 etc. are getting closer and closer to √2 എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ √3 1.7, 1.73, 1.732 etc. are getting closer and closer to √3 എന്ന് പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെ പോകുന്നതോറും √3 എന്ന നമ്പറിലേക്ക് അടുത്ത് വരുന്നു. അതായത് 3² ആയിട്ട് വരുന്ന നമ്പറിലേക്ക് അടുത്ത് വരുന്നു. അതുപോലെ 1.4, 1.414, 1.414 etc. ഇതിന്റെ സ്ക്വയേഴ്സ് 2 അടുത്ത് വരുന്നു. അപ്പോൾ ഈ നമ്പേഴ്സിന്റെ എല്ലാം സ്ക്വയർ എടുക്കുമ്പോൾ 3 അടുത്ത് വരുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയാൽ √2 × √3 എന്ന് പറയുമ്പോഴോ √2 × √3 എന്ന് പറഞ്ഞാൽ 1.4 1.7 മൾട്ടിപ്ലൈ ചെയ്താൽ 2.38, 1.41 1.73 മൾട്ടിപ്ലൈ 2.4393, 1.414 1.732 മൾട്ടിപ്ലൈ 2.449448 അങ്ങനെയാ പോകും. അപ്പൊ √6ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതുപോലെ 2.4, 2.44, 2.449 etc. ആർ ഗെറ്റിംഗ് ക്ലോസർ ടു √6. ഇപ്പൊ കണ്ടില്ലേ 2.449 etc. കിട്ടിയില്ല. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് ഇങ്ങനെ എടുക്കുമ്പോഴും നമുക്ക് ഈ √6നോട് അടുത്ത്, അപ്പൊ √2 × √3 എന്ന് പറയുന്നത് √6നോട് അടുത്ത് വരുന്നതായിട്ട് കാണാം. ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ഇട്ട് കഴിയുമ്പോൾ അപ്പൊ നമുക്ക് എന്ത് തീരുമാനത്തിലെത്താം? √2 × √3 സെയിം ആസ് √2 × 3. അതായത് √2ഉം √3ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് √6. അപ്പൊ √2 × √3 എന്ന് പറയുന്നത് എന്ത് കിട്ടും? √2 × 3 ദാറ്റ് ഈസ് √6. അതുപോലെ ഈ വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ ഈ റാഷണൽ നമ്പർ അല്ലാത്ത നമ്പർ ഉണ്ട്. √4 × √9, 4 9 കൂടി മൾട്ടിപ്ലൈ ചെയ്തു 36. 36ന്റെ √6, 4ന്റെ √2 ആണ്, 9ന്റെ √3 ആണ്. അപ്പൊ 2 × 3 6 കണ്ടോ? അപ്പൊ റൂട്ട് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് എടുത്താലും സെയിം നമ്പർ തന്നെ കിട്ടുക. √25 എന്നുള്ള 5 ആണ്, √16 എന്നുള്ള 4 ആണ്, 5 × 4 20 ആണ്. 25 16 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 400 വരും. 400ന്റെ റൂട്ട് എടുത്താലും ഇത് തന്നെ കിട്ടും
20 കിട്ടും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുന്നതും സ്ക്വയർ റൂട്ട് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈക്വൽ ആണ്. അതായത് നമുക്ക് ഇങ്ങനെയുള്ള കൺക്ലൂഷനിലെത്താം. ഫോർ എനി പോസിറ്റീവ് നമ്പർ എക്സ് ആൻഡ് വൈ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ. അതായത് പ്രോഡക്റ്റ് എടുത്തിട്ട് റൂട്ട് എടുക്കുന്നതും റൂട്ട് എടുത്തിട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത് സെയിം ആയിരിക്കും. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ കേസിൽ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് വൈ സെയിം ആസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് കിട്ടും. നമുക്ക് വേറെ ചില എക്സാമ്പിൾസിലേക്ക് പോകാം. വാട്ട് ഈസ് ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ ഗിവൺ? ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് ബേസും ഓൾട്ടിറ്റ്യൂഡും 3 വീതം തന്നിട്ടുണ്ട്. അപ്പോ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്ത മാതിരി റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് റൂട്ട് 3 സ്ക്വയർ എന്ത് വരും? 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയർ 9 ആണ്. 3 സ്ക്വയർ 9, 9 പ്ലസ് 9 18. അപ്പൊ റൂട്ട് ഓഫ് 18 എന്ന് കിട്ടും. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് റൂട്ട് 18 ആണ്. ഈ റൂട്ട് 18 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 18 നമുക്ക് 9 ഇൻറ്റു 2 എന്ന് എഴുതാം. 18 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 2 ആണ്. അതിന്റെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഒരു സ്ക്വയറും അതല്ലാത്ത ഒരു നമ്പർ കൂടി ആയിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ റൂട്ട് ഓഫ് 9 ഇൻറ്റു 8, 9 ഇൻറ്റു 8ന്റെ റൂട്ട് ഓഫ് 9 ഇൻറ്റു 2 ആണ് 18. അപ്പോൾ 9ന്റെ സ്ക്വയർ റൂട്ടും 2ന്റെ സ്ക്വയർ റൂട്ടും എടുത്താൽ മതിയല്ലോ. അപ്പോൾ റൂട്ട് ഓഫ് 9 ഇൻറ്റു റൂട്ട് ഓഫ് 2 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 9 ഇൻറ്റു 2 ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് ഓഫ് 9 ഇൻറ്റു റൂട്ട് ഓഫ് 2. റൂട്ട് ഓഫ് 9 എത്രയാ? 3. അപ്പോൾ 3 ഇൻറ്റു റൂട്ട് 2. അപ്പോൾ 3 ഇൻറ്റു റൂട്ട് 2. ഇത് നമുക്ക് ജോമെട്രിക്കൽ ആയിട്ടും കൂടി പറയാം. നോക്കിക്കോളൂ, ഇതിനെ 3 യൂണിറ്റ് ആണ്. 3 യൂണിറ്റ് ഓരോ യൂണിറ്റ് വീതാക്കി ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു, ഇങ്ങനെ ലൈൻസ് വരച്ചു. അപ്പൊ നോക്കി, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കണ്ടു, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ഇത് 1 ആയതുകൊണ്ട് ഇതും 1 ആയിരിക്കുമല്ലോ, ഇതും 1 ആണ്. അപ്പൊ 1 റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 2. അതുപോലെ ഇതും റൂട്ട് 2, കാരണം ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്. അപ്പൊ ഇത് റൂട്ട് 2. അപ്പൊ കണ്ടോ, ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ റൂട്ട് 2 പ്ലസ് റൂട്ട് 2 പ്ലസ് റൂട്ട് 2 ദാറ്റ് ഈസ് 3 റൂട്ട് 2. അപ്പൊ കണ്ടോ 3 റൂട്ട് 2. അപ്പൊ ഇതിന്റെ ജോമെട്രിക്കൽ ആയിട്ട് കൂടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ റൂട്ട് 18 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 3 റൂട്ട് 2 തന്നെയാണ്. നമുക്ക് വേറെ ചില എക്സാമ്പിൾസ് നോക്കാം. സിംപ്ലിഫൈ ദി ഫോളോയിങ്. ഇതുപോലെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. റൂട്ട് 18 നമ്മൾ റൂട്ട് ഓഫ് 9 ഇൻറ്റു 2 എന്ന് എഴുതി. റൂട്ട് 9 ഇൻറ്റു റൂട്ട് 2 അതായത് 3 റൂട്ട് 2 എന്ന് എഴുതി. റൂട്ട് 27 അപ്പൊ അതുപോലെ എങ്ങനെ എഴുതാം? റൂട്ട് 27 വരുമ്പോൾ 27 9 ഇൻറ്റു 3 എന്ന് എഴുതാം അല്ലേ? 9 ഇൻറ്റു 3 ആണ് 27. 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 3 പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ഒരു നമ്പറും. അപ്പൊ എന്ത് വന്നു? റൂട്ട് 9 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാം. അപ്പൊ റൂട്ട് 9 എന്ന് പറയുന്നത് 3 ആണ്, റൂട്ട് 3 റൂട്ട് 3 ആണ്. അപ്പൊ 3 റൂട്ട് 3 എന്ന് സിംപ്ലിഫൈ. അപ്പൊ റൂട്ട് 27ന്റെ സിംപ്ലിഫൈഡ് ഫോം ആണ് 3 റൂട്ട് 3. വേറെ ഒരു എക്സാമ്പിൾ, റൂട്ട് 80 എന്ന് പറയുന്നത് 80. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് 9 ഇൻറ്റു 3 എന്ന് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം കേട്ടോ. പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ. 27 എഴുതിയിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 9 വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് 9 3. അപ്പൊ 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പൊ 2 3യുടെ സ്ക്വയർ റൂട്ടാണ് ഒരു 3. ബാക്കി റൂട്ടിൽ 3 വരും. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. അതുപോലെ റൂട്ട് 80 എന്ന് പറയുന്നത് 16 ഇൻറ്റു 5 ആണ് 80. 16 5 80. അപ്പോ റൂട്ട് 80യെ 16 ഇൻറ്റു 5 എന്ന് എഴുതാം. 16 എന്ന് പറയുന്നത് 16 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇത് 5 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ ഇതിനെ നമുക്ക് റൂട്ട് 16 ഇൻറ്റു റൂട്ട് 5 എന്ന് എഴുതാം. റൂട്ട് 16 ഇൻറ്റു റൂട്ട് 5 എന്ന് എഴുതി കഴിയുമ്പോൾ റൂട്ട് 16 എന്ത് വരും? 4 ഇൻറ്റു റൂട്ട് 5. അപ്പൊ ഇതിന്റെ സിംപ്ലിഫൈ റൂട്ട് 80യുടെ സിംപ്ലിഫൈഡ് ഫോം ആണ് 4 റൂട്ട് 5. അത് വേണമെങ്കിൽ റൂട്ട് 80യെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസ് ചെയ്താലും കുഴപ്പമില്ല. പെയർ ആയിട്ട് എടുത്ത് അപ്പോൾ അവിടെ 2 തന്നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 വരും ഇൻറ്റു 5. അപ്പോൾ 4 2ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 2 ഇൻറ്റു 4 വരും. 4 റൂട്ട് 5 എന്ന് അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. റൂട്ട് 75 എങ്ങനെ എഴുതാം? 25 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് ഓഫ് 25 ഇൻറ്റു 3 ആണ്. അതായത് റൂട്ട് ഓഫ് 25 ഇൻറ്റു റൂട്ട് ഓഫ് 3 അല്ലേ? റൂട്ട് ഓഫ് 25 എന്ത് വരും? 5 റൂട്ട് 3. അപ്പോൾ റൂട്ട് 75ന്റെ സിംപ്ലിഫൈഡ് ഫോം 5 റൂട്ട് 3 ആണ്. ക്ലിയർ ആയല്ലോ? വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. റൂട്ട് 162 വരുമ്പോഴോ 162നെ 81 ഇൻറ്റു 2 എന്ന് എഴുതാം. 81 ഇൻറ്റു 2 അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. 81 ഇൻറ്റു 2 ആണ് 162. അപ്പോൾ 81 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് 81 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. റൂട്ട് 81 എന്ന് പറയുന്നത്
9 ആണ്. 9 × 9 ആണ് 81. അപ്പോൾ 9√2. അപ്പോൾ √162ന്റെ സിംപ്ലിഫൈഡ് ഫോമാണ് 9√2. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ ഇതാണ് ചോദ്യം. യൂസിങ് 4 equilateral triangles, each of side 2 cm, a rectangle is made as in the figure. Find its area and perimeter എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതുപോലെ 3 equilateral triangles, 4 equilateral triangles എടുത്തിട്ട് ഈ 4 equilateral triangles കൂടി ചേർത്ത് വെച്ച് ഒരു റെക്ടാങ്കിൾ ആക്കിയിരിക്കുന്നു. അതായത് ഈ equilateral triangle ഇങ്ങനെ വെച്ചു, ഇതെടുത്ത് ഇങ്ങനെ വെച്ചു, ഈ equilateral triangle നടുവേ ഇങ്ങനെ മുറിച്ചിട്ട് ഒരു പീസ് ഇവിടെ വെച്ചു, ഒരു പീസ് ഇവിടെ വെച്ചു, ഇത് നടുവേ മുറിച്ചിട്ട് ഒരു പീസ് ഇവിടെ വെച്ചു, ഒരു പീസ് ഇവിടെ വെച്ചു. അപ്പോൾ we get a rectangle like this. What is its area and perimeter? അപ്പോൾ ഏരിയയും പെരിമീറ്റർ കിട്ടണേ എന്ത് വേണം? ഏരിയ കിട്ടണമെങ്കിൽ ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം. ഇവിടെ ബ്രെഡ്ത്ത് എന്ന് പറയുക വൺ സൈഡ് ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നെയാണ്. അത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് 2 സെന്റിമീറ്റർ ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നതോ ഈ ലെങ്തും ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ കണ്ടോ ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ഈ ഓൾട്ടിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ഓൾട്ടിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ എച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലെങ്തിന്റെ ഹാഫ് കിട്ടും. അപ്പൊ നോക്കാം എച്ച് എത്രയാന്ന് കണ്ടുപിടിച്ച് നോക്കാം. എച്ച് എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് 1, അതായത് √2² - 1². 2² എന്ന് പറഞ്ഞാൽ എത്രയാ? 4. 4 ന്ന് 1 കുറച്ച 3. അപ്പൊ √3 ആണ് ഹൈറ്റ്. 2 സെന്റിമീറ്റർ സൈഡുള്ള ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് √3 സെന്റിമീറ്റർ ആണ്. അപ്പൊ √3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് √3 ആണ്. അപ്പൊ മൊത്തം ലെങ്ത് എത്രയായി? √3 + √3 2√3 വരും. അപ്പൊ 2√3 is the length of the rectangle and breadth is 2 cm one side of the equilateral triangle. അപ്പൊ ഏരിയ എന്ന് പറയുന്നതോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് √3 2√3. അതുപോലെ തന്നെ ഈ ലെങ്ത് 2 സെന്റിമീറ്റർ. അപ്പൊ നോക്കുക ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 2√3 × 2 2√3 × 2 എന്ന് പറഞ്ഞാൽ 2 × √3 × 2 2 × 2 4 എന്ന് എഴുതാം. 4√3² സെന്റിമീറ്റർ ആണ് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ. ഇനി പെരിമീറ്ററോ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് 4 സൈഡിന്റെയും കൂടി ലെങ്ത് കൂട്ടുന്നതാണ് പെരിമീറ്റർ. അതായത് 2 ലെങ്ത് ഉണ്ട് 2 ബ്രെഡ്ത്ത് ഉണ്ട്. ഓർ ലെങ്ത് ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ട് ട്വൈസ് 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നതാണ്. അതായത് 2 × ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2√3. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പൊ 2 × 2√3 + 2 അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 4√3 + 2 × 2 4 സെന്റിമീറ്റർ. അതായത് 4√3 + 4 സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്നത് ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രോബ്ലംസ് ആണ് ഇതിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.